മൂവാറ്റുപുഴ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി മാത്യു കൂടൽനാടൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വരണാധികാരിയായ മൂവാറ്റുപുഴ RDO മുമ്പാകെയാണ് പത്രിക സമർപ്പിച്ചത്. പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി അദ്ദേഹം കോതമംഗലം ചെറിയ പള്ളിയിലെത്തി പ്രാർത്ഥന നടത്തി. രാവിലെ സ്വന്തം ഇടവകയായ ആയങ്കര പള്ളിയിൽ കുർബാനയിൽ പങ്കെടുത്തു. ശേഷം പിതാവിന്റെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി. തുടർന്ന് കോതമംഗലം ചെറിയ പള്ളിയിലെത്തി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് പത്രികാ സമർപ്പണത്തിനായി മാത്യു കൂടൽനാടൻ എത്തിച്ചേർന്നത്. നേതാക്കളായ KM പരീത്, KM അബ്ദുൾ മജീദ്, ജോസ് വള്ളമറ്റം, ജോസ് പെരുമ്പള്ളിക്കുന്നേൽ എന്നിവരാണ് പത്രികാ സമർപ്പണത്തിനായി ഒപ്പമുണ്ടായിരുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരുടെയും നേതാക്കളുടെയും അകമ്പടിയോടെയാണ് UDF സ്ഥാനാർത്ഥി പത്രികാ സമർപ്പണത്തിനായി എത്തിച്ചേർന്നത്. UDF നേതാക്കളായ KM സലീം, സാബു ജോൺ, സുഭാഷ് കടക്കോട്, PA ബഷീർ, ഉല്ലാസ് തോമസ്, PPL ദോസ്, ജോയ്സ് മേരി ആന്റണി, KM ജോർജ്, മാത്യൂസ് വർക്കി, റെജി P ജോർജ്, ഷെൽമി ജോൺസ്, ഷൈൻ P മാങ്ങഴ, ഷാൻഡി എബ്രഹാം, OP ബേബി, ഷെജി ജേക്കബ്, KA അബ്ദുൾ സലാം, ഷാൻ പ്ലാക്കുടി, ഷെഫാൻ VS എന്നിവർ സന്നിഹിതരായിരുന്നു. പത്രികാ സമർപ്പണത്തിന് ശേഷം മിനി സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരോട് വോട്ട് അഭ്യർത്ഥിച്ചതിന് ശേഷമാണ് UDF സ്ഥാനാർത്ഥി മടങ്ങിയത്. ആളുകളിൽ നിന്നും വളരെ മികച്ച പ്രതികരണമാണ് ഞങ്ങൾക്കുള്ളത്. ഈ തവണ സംസ്ഥാനമെമ്പാടും നിലനിൽക്കുന്ന ഒരു UDF അനുകൂല ട്രെൻഡുണ്ട്. അത് മൂവാറ്റുപുഴയിലും വളരെ വിസിബിൾ ആണ്. അതുകൂടാതെ മൂവാറ്റുപുഴയിലെ കാര്യങ്ങളും പ്രാദേശികമായ കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.